സ്കീം ആർക്കിടെക്ചറിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതായത് 2024 ആർക്കിടെക്ചറിൻ്റെ താൽക്കാലിക റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ പ്രൊഫൈൽ കാണാൻ പറ്റില്ല. നിങ്ങൾ വെബ്സൈറ്റിൽ വന്നിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുന്നതിന് തൊട്ട് മുകളിലായിട്ട് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക കേട്ടോ. ഇത് താൽക്കാലിക റാങ്ക് ലിസ്റ്റാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ എൻട്രൻസ് കമ്മീഷർക്ക് കോൺടാക്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ മെയിൽ അയക്കാവുന്നതാണ്. അപ്പോൾ ഇതിലെന്താണ് പറഞ്ഞേക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ നടത്തിയ നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ സ്കോറിനും നമ്മുടെ +2 മാർക്കിനും തുല്യ പരിഗണന നൽകിയിട്ടാണ് നമ്മുടെ ആർക്കിടെക്ചറിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ നേറ്റിവിറ്റി, നാഷണാലിറ്റി, ഫോട്ടോ, സൈൻ, 10th സർട്ടിഫിക്കറ്റ്, മാർക്ക് ഷീറ്റ്, NTA സ്കോർ ഇതിലേതെങ്കിലും അപാകത ഉണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റ് വിത്ത് ഹെൽഡ് എന്ന് കാണിച്ചിട്ടുണ്ടാവും. മെയിനായിട്ട് നേറ്റിവിറ്റി പ്രൂഫ് ആയിരിക്കും. അതുപോലെ തന്നെ 10th സർട്ടിഫിക്കറ്റും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നേറ്റീവ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ മെയിനായിട്ട് കുട്ടികൾക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നേറ്റിവിറ്റി പ്രൂഫ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്താണെന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതനുസരിച്ചിട്ട് നിങ്ങൾ അത് ക്ലിയർ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ അടുത്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്കത് ഓക്കെ ആയി കിട്ടും. നിങ്ങളുടെ റാങ്ക് കറക്റ്റായിട്ടാണ് പറഞ്ഞേക്കുന്ന കാര്യം അപ്ലോഡ് ചെയ്തേക്കണമെങ്കിൽ നിങ്ങളുടെ റാങ്ക് പബ്ലിഷ് ചെയ്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊരു കാരണം കൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പാവുന്നില്ല. നമ്മളുടെ പ്രോസ്പെക്ടസിൽ ആർക്കിടെക്ചർ എന്ന കോഴ്സിന് ഒരു എലിജിബിലിറ്റി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ഉണ്ടായിട്ടുണ്ടാവണം എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാരണം കേട്ടോ. ഇനി നിങ്ങൾ ആ ഒരു അഡ്മിഷൻ്റെ സമയത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളൊക്കെ ഹാജരാക്കണം. അത് വെരിഫൈ ചെയ്തിട്ടാണ് നമ്മളുടെ അഡ്മിഷൻ ഷ്യൂർ ആവുന്നത്. അതെല്ലാ അഡ്മിഷനിലും അങ്ങനെയാണ്. നമുക്ക് കൗൺസിലിംഗ് നമ്മൾ പറയുന്നതൊക്കെ വിശ്വസിച്ച് അല്ലെങ്കിലൊക്കെയാണ് നമുക്കൊരു റാങ്ക് ലിസ്റ്റ് തരുന്നത്. മേ ബി നമ്മൾ അപ്ലോഡൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. പക്ഷേ എന്തെങ്കിലും അതിൽ കാരണങ്ങൾ ശരിയല്ല, മിസ്മാച്ച് വന്നാൽ അഡ്മിഷൻ ക്യാൻസൽ ആവും എന്നുള്ളത് പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കിട്ടിയിട്ടില്ല, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി കൊടുത്തിട്ടും പബ്ലിഷ് ചെയ്ത് കിട്ടിയിട്ടില്ല എങ്കിലൊക്കെ നിങ്ങൾക്ക് എൻട്രൻസ് കമ്മീഷൻ്റെ മെയിൽ ID ceek.info.cee@kerala.gov.in എന്നുള്ള ആ ഒരു മെയിലിലേക്ക് നിങ്ങൾക്ക് BR റാങ്ക് ലിസ്റ്റ് എന്നുള്ള ആ സബ്ജക്റ്റ് കൊടുക്കുമ്പോൾ BRക്കിൻ്റെ റാങ്ക് ലിസ്റ്റ് എന്നുള്ള സബ്ജക്റ്റ് കൊടുത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ മെൻഷൻ ചെയ്ത് ആ ഒരു കാര്യം എന്താണോ അത് പറയുക കേട്ടോ. ഒന്നും നിങ്ങൾ സർട്ടിഫിക്കറ്റുകളൊന്നും തൽക്കാലം ഇപ്പോൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറയുന്നില്ല. അതിനൊക്കെ പ്രൊവിഷൻ നിങ്ങളുടെ പ്രൊഫൈലിലുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിനായിട്ട് നമുക്ക് എൻട്രൻസ് കമ്മീഷനെ അറിയിക്കാനായിട്ട് 11/8/2024 5 മണി വരെയാണ് സമയം തന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വെബ്സൈറ്റിൽ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യണതിൻ്റെ ആ മുകളിലായിട്ടായിരിക്കും നമ്മുടെ ആർക്കിടെക്ചറിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നേക്കുന്നത്. ഇത് താൽക്കാലിക റാങ്ക് ലിസ്റ്റാണ്. ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഉടനെ തന്നെ വരും കേട്ടോ. ഇവിടെ നമ്മൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഒന്ന് കണ്ടോ, കാറ്റഗറി ലിസ്റ്റിൻ്റെ താഴെ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ആർക്കിടെക്ചറിൻ്റെ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു PDF വരും. അതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ സെർച്ചിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്ക് എത്രയെന്നുള്ളത് പെട്ടെന്ന് തന്നെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ നാറ്റയുടെ സ്കോർ നിങ്ങൾ അപ്ലോഡ് ചെയ്ത അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്കോർ തന്നെയാണോ എന്നുള്ളത് അവിടെ നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമിൻ്റെ മാർക്കും കറക്റ്റായിട്ടാണോ വന്നേക്കുന്നത് 200 എന്നുള്ളതും നോക്കുക കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻട്രൻസ് കമ്മീഷനായിട്ട് ക്ലിയർ ചെയ്യുക. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഈ ഒരു 702 എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ആ ഒരു നമ്പറിൽ അവിടെ വിത്ത് ഹെൽഡാണ് കാണിച്ചത്. ബിക്കോസ് കാരണം നിങ്ങൾ എന്തെങ്കിലും ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പ്രൂഫുകൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ടാണ്. സോ അത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണ അനുസരിച്ചിട്ട്, അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പ്രൊഫൈലിൽ അതിൻ്റെ പ്രൊവിഷൻ ഉണ്ടാവും. അതനുസരിച്ചിട്ട് കൊടുക്കണ അനുസരിച്ചിട്ട് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്ത് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് റാങ്ക് ലിസ്റ്റ്. ഈ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ചിലപ്പോൾ ഏകദേശം സെയിം തന്നെയായിരിക്കും, വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഫൈനൽ റാങ്ക് ലിസ്റ്റാണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ആ ഒരു റാങ്ക് കേട്ടോ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.